സംസ്ഥാനത്തെ എല്ലാ വാഹനങ്ങൾക്കും അതിസുരക്ഷാമായ നമ്പർ പ്ലേറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി കൊണ്ടുവരുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. സംസ്ഥാനത്ത് നമ്പർ പ്ലേറ്റ് നിർമ്മിക്കാൻ അന്നത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു തീരുമാനമെടുത്തെങ്കിലും യന്ത്രം സ്ഥാപിക്കാൻ ഗതാഗത കമ്മീഷണർ ടെൻഡർ വിളിച്ചു. കെ ഗണേഷ് കുമാർ മന്ത്രിയായതോടെ ഇത് ഒഴിവാക്കി ആഗോള ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു. സർക്കാരിൻ്റെ സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം അതിന് കഴിയില്ലെന്ന് ഗതാഗത കമ്മീഷണറായിരുന്ന എസ് ശ്രീജത്ത് കേന്ദ്ര പാനലിലെ കമ്പനികൾ ഇതിനെതിരെ നൽകിയ കേസിലാണ് വിധി. 1000 ഫീസ് 1000 അതേ സുരക്ഷാ നമ്പർ പ്ലേറ്റ് ഏർപ്പാൻ കേന്ദ്രം 2015 തീരുമാനിക്കുമ്പോൾ ഇരുചക്ര വാഹനത്തിന് 425 രൂപ മുതൽ 470 രൂപ വരെയും കാറിന് 600 750 വരെ എന്നിങ്ങനെയായിരുന്നു ഫീസ്. പുതിയ ടെൻഡർ ഫീസ് 1000 രൂപ വരെ ആകാം. അപ്പോൾ അതീവ സുരക്ഷമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ബോർഡൊക്കെ വെച്ച് ഇന്ത്യ IND ഒക്കെ എഴുതി അതിൻ്റെ ഒരു ലോഗോയൊക്കെ വന്ന് സ്കാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു നമ്പർ പ്ലേറ്റ് സംസ്ഥാനത്ത് വരികയാണ്. എല്ലാ വാഹനങ്ങൾക്കും അടുത്ത ഫെബ്രുവരി മുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് എടുപ്പെടുത്താനും മോട്ടോർ വാഹന വകുപ്പ് ഡിസംബറോടെ ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കും. ജനുവരിയിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാൻ ആരംഭിക്കും. ഓരോ സീരീസിലുള്ള വാഹനങ്ങൾക്ക് ഓരോ മാസം ഇതിനായി അനുവദിക്കും. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇതിന് ഹൈക്കോടതിയുടെ അന്തിമാനുമതി ലഭിച്ചത്. ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പാനലിൽപ്പെട്ട കമ്പനികളിൽ നിന്നായിരിക്കും ടെൻഡർ വിളിക്കുക. 2004 രാജ്യത്ത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയെങ്കിലും കേരളം ഉൾപ്പെടെ നടപ്പാക്കിയില്ല. 19 മാർച്ച് 31 ശേഷം നിയമം കർശനമാക്കി. അതിനുശേഷം ഇറങ്ങുന്ന വാഹനങ്ങളിൽ ഡീലർമാർ തന്നെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്നതിനായിരുന്നു നിർദ്ദേശം. അതിനു മുമ്പുള്ള വാഹനങ്ങൾക്ക് സമയക്രമം തീരുമാനിച്ചു. എന്നാൽ പിന്നീട് പ്രശ്നം കോടതി കയറിയതുകൊണ്ടാണ്. എന്തായാലും സംസ്ഥാനത്ത് എല്ലാ വാഹനങ്ങൾക്കും അതീവ സുരക്ഷമായ നമ്പർ വരുന്നു. ആ നമ്പർ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലതാണ്. കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും പുതിയ നമ്പർ പ്ലേറ്റൊക്കെ വയ്ക്കുന്നതും അല്ലെങ്കിൽ ഈ നമ്പർ പ്ലേറ്റ് മാറ്റി വയ്ക്കുന്നതുമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെങ്കിൽ പോലും സുരക്ഷയുടെ മാനദണ്ഡം നോക്കുമ്പോൾ നല്ലതാണ്. തീർച്ചയായിട്ടും ദീർഘകാലം കോടതിയിലെ കേസും വഴക്കുമൊക്കെ നടന്നതിന് ശേഷം എല്ലാ വാഹനങ്ങൾക്കും അതീവ സുരക്ഷമായൊരു നമ്പർ പ്ലേറ്റ് വരുന്നു എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. എല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ. നമ്മുടെ ഇവിടെ AI ക്യാമറ വെച്ചു, ആക്സിഡൻറ്റുകൾ കുറയ്ക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് കുഴപ്പമാണെങ്കിലും അത് കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ അതിസുരക്ഷാ നമ്പർ വരുന്നു. നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും നമുക്ക് സീരിയസ് ആയിട്ട് നോക്കാം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്.